പി വി അൻവർ എംഎൽഎയുടെ തോക്ക് ലൈസൻസിനുള്ള അപേക്ഷ നിരസിച്ചു. പോലീസിന്റെ എൻഒസി ലഭിക്കാത്തതാണ് അപേക്ഷ നിരസിക്കാൻ കാരണം. 4 മാസം മുൻപാണ് തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് പി വി അൻവർ എംഎൽഎ മലപ്പുറം ജില്ലാ കളക്ടർക്ക് തോക്ക് ലൈസൻസിനുള്ള അപേക്ഷ നൽകിയിരുന്നത്. അപേക്ഷയുടെ തുടർ നടപടികളുടെ ഭാഗമായി റവന്യൂ വനംവകുപ്പുകൾ എൻഒസി നൽകിയപ്പോഴാണ് ലൈസൻസ് നൽകുന്നതിന് പോലീസ് എതിർത്തത്. ജനങ്ങളോട് കലാപാഹ്വാനം നടത്തി, പോലീസിന്റെ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിലേക്ക് കടന്നുകയറാൻ ശ്രമം നടത്തി തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പോലീസ് എൻഒസി നൽകാതിരുന്നതെന്ന് പി വി അൻവർ എംഎൽഎ പറഞ്ഞു. പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്ന പല കേസുകളെക്കുറിച്ചും തനിക്കറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്കറിയാം, അപേക്ഷ കൊടുത്തിട്ട് ഏകദേശം 4 മാസത്തോളമായി. അതിന്റെ പല ഘട്ടങ്ങളും കഴിഞ്ഞ് ഫൈനൽ ഹിയറിംഗ് ആയിരുന്നു. സ്വാഭാവികമായിട്ടും അതിന് എൻഒസി നൽകേണ്ട റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, തഹസിൽദാർ, ഫോറസ്റ്റ്, അത് കഴിഞ്ഞാൽ പിന്നെ പോലീസ്, ഈ 3 വിഭാഗത്തിന്റെയും എൻഒസിയുടെ അടിസ്ഥാനത്തിൽ ആണ് കളക്ടർ ലൈസൻസ് ഇഷ്യൂ ചെയ്യുക. അതിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്, ഫോറസ്റ്റ് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പോലീസ് കൊടുത്ത റിപ്പോർട്ട് വളരെ മോശമാണ്. തോക്ക് പോയിട്ട് ഒരു തോക്കിൻ്റെ കവർ പോലും കൊടുക്കരുത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഞാൻ പറയുന്നു, കഴിഞ്ഞ ഈ 3-4 മാസത്തിന് ഞാൻ ഈ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തതിന് ശേഷം നിരവധി കേസുകൾ പല വിവിധ പോലീസ് സ്റ്റേഷനിൽ, എനിക്കന്നെ അറിയില്ല ഇപ്പോൾ എത്ര ഉണ്ടത്. ഇപ്പം അതിൽ ഇപ്പോൾ കളക്ടർ പറഞ്ഞ അടിസ്ഥാനത്തിൽ തന്നെ 6-7 കേസുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കലാപാഹ്വാനമുണ്ടാക്കാൻ ഞാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പിന്നെ പോലീസ് സേനയിലെ വയർലെസ് ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടിട്ട് ശ്രമം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വിശദമായ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ഇപ്പോൾ എന്നെ എനിക്ക് കയ്യിൽ തരില്ല. കളക്ടർക്ക് എൻ്റെ അടുത്ത് നിന്ന് കേൾക്കാനുള്ള എൻ്റെ ഹിയറിങ് ഞാൻ എന്താണ് പറയാനുള്ളത് അത് അദ്ദേഹം ഹിയർ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇത് റിജക്റ്റാണ്. ലൈസൻസ് തരാൻ വിഷയം കഴിയില്ല എന്ന് കളക്ടർ പറഞ്ഞു. കാരണം കളക്ടറുടെ അധികാര പരിധിയിലുള്ള കാര്യങ്ങളല്ല. ഒരു നിലയ്ക്കും തനിക്ക് ലൈസൻസ് കിട്ടരുതെന്നാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ ആവശ്യം. അപേക്ഷ നിരസിച്ച റിപ്പോർട്ട് രേഖാമൂലം ലഭിച്ചാൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അൻവർ പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.